ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ തല ഇങ്ങനെ വെച്ചിരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ ഇപ്പോൾ കുളിച്ച് വന്നേ ഉള്ളൂ. ഞാൻ എന്താ പറയുക, രാത്രി എണ്ണ തേച്ച് എന്നിട്ട് രാവിലെ കുളിക്കും. അങ്ങനെ മുടി ഉണ്ടാവാൻ നല്ലത് എന്നാണ് ഒരു ആദിവാസീസ് ഒരു ഓയിലുണ്ട് അത്. പക്ഷേ എനിക്ക് ഗുണം ഇല്ല എന്ന് കഴിഞ്ഞ തവണത്തെ വീഡിയോ കണ്ടാൽ അതിൻ്റെ മുടി കണ്ടെങ്കിൽ മനസ്സിലാവും. പക്ഷെ ഞാനത് കണ്ടിന്യൂ ചെയ്യുന്നു. എന്തിനാ എന്നിട്ട് വൈകുന്നേരം എഴുതും. അങ്ങനെയാണ്. ഇതാണ് ആ ഓയില്. രണ്ട് കുപ്പി വാങ്ങിച്ചിരുന്നു, ഒരു കുപ്പി കഴിഞ്ഞു. പക്ഷേ ഗുണം എന്ന് പറയാൻ എനിക്ക് മുടി ഉണ്ടാവുന്നവർക്ക് ഉണ്ടാവുമായിരിക്കും, പക്ഷെ എനിക്ക് ഇല്ല. ഇനി നമ്മൾ ചെറുതായിട്ട് വീട്ടിലിരിക്കുകയാണെങ്കിലും ചെറുതായിട്ടുള്ള മേക്കപ്പുകൾ ഉണ്ട്. അതിലൊന്നാമത്തേത് നമ്മൾ മോയ്സ്ചറൈസർ. എവിടെ മോയ്സ്ചറൈസർ എന്താണെന്ന് ഞാൻ പറയുന്നില്ല. ജസ്റ്റ് ഒന്നായിട്ടാണ്. അതിൻ്റെ ഓയിലി സ്കിന്നാണ്. ഞാൻ കുറച്ച് തേക്കുന്നുള്ളൂ. കുറച്ച് നമ്മുടെ കൂടുതലായോ സൗണ്ട് മൈക്കില്ലാണ്ട് സൗണ്ട് കേൾക്കുള്ളത്? എനിക്ക് കഴിഞ്ഞ സൗണ്ട് വീഡിയോ നമ്മൾ യൂട്യൂബിൽ ടി വിയിൽ വെച്ച് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായിട്ടോ. പക്ഷെ ഈ യൂട്യൂബിൻ്റെ ABCD പോയിട്ട് എൻ്റെ തുടക്കമേ പോലും അറിയാത്ത ഞാൻ എന്തായാലും വെറുതെ ഇരിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ചെയ്യാന്ന് വെച്ചിട്ട് ചെയ്യുക. ആരും സപ്പോർട്ടൊന്നും ചെയ്യണ്ട, എന്നാലും എൻ്റെ ഒരു ടൈം പാസ് പോലെ ഇരിക്കാന്ന് വെച്ചു. മനസ്സിലായി ആരും സപ്പോർട്ടൊന്നും ചെയ്യണ്ട. ഞാനൊരുവിധം പേരൊക്കെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ടോണർ ഞാൻ കൈ വെച്ചത് ഇതിനാണ് ഞാൻ തേക്കാറ് കേട്ടോ. രണ്ട് വീട്ടുകാരും വെയിറ്റ് ചെയ്യണമെന്നൊക്കെ പറയും. അതിനുള്ള ക്ഷമൊന്നും എനിക്കില്ല. ഇനി നമ്മൾ സീറം ആണ്. 2 മിനിറ്റ് ആയിട്ടില്ല തോന്നുന്നില്ല. കുറച്ച് മഴ അയ്യോ കൂടുതലായി പോയി മോളെ, കൂടുതലായി പോയി മോളെ. ഇവിടെ തേച്ച് കൊടുക്കാം. വീട്ടിലേക്കാണെങ്കിലും കണ്ണാടി നോക്കുമ്പോൾ കുറച്ചൊരു വിചാരിക്കാമല്ലോ. ഞാനൊരു കാര്യം പിന്നെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്. ഗോഡ് പ്രോമിസ് പോലെ ഏകദേശം ചെയ്തതാണ്. അപ്പോൾ ഇനിയിപ്പം ഞാൻ ഈ യൂട്യൂബ് ചാനൽ കണ്ടിന്യൂ ചെയ്തിട്ട് എന്നെ ഇത്തിരിയെങ്കിലും അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അത് കുറേ ഡൗട്ട്സ് ഉണ്ടാവും കേട്ടോ. പല യൂട്യൂബ് ചാനലിൽ കണ്ടിട്ടുണ്ട് എങ്ങനെ വെച്ചത്. അപ്പോൾ നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണല്ലോ നമ്മൾ പറയാം. അപ്പോൾ അങ്ങനെ എനിക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിലോ ചാൻസ് കിട്ടുകയാണെങ്കിൽ ഞാൻ മനസ്സിൽ ആലോചിച്ചാണ് എനിക്ക് 1K സബ്സ്ക്രൈബേഴ്സ് ആയിക്കഴിഞ്ഞാൽ മാത്രമേ പേഴ്സണൽ കാര്യങ്ങൾ ഞാൻ വെച്ചിട്ടും
പറ്റും പറയുള്ളൂ. അത് ഞാൻ ഒരു വാശിയോ അങ്ങനെ ഭയങ്കര ജാടയൊന്നും അല്ലാത്ത വെറുതെ ചുമ്മാ മനസ്സിൽ വിചാരിച്ചു. അങ്ങനെ എനിക്കങ്ങനെ ഇൻസ്റ്റയിലായാലും ഇതായാലും ഒന്നും അങ്ങനെ അധികം ഫോളോവേഴ്സൊന്നും ഉണ്ടാവാത്ത കൂട്ടത്തിൽ. പക്ഷേ അങ്ങനെ അധികം ചെയ്യാത്തവർ മീൻസ് അവരുടെ വീട്ടിലനുസരിച്ച് ചെയ്യുന്നുണ്ടാവും. അവർക്കൊക്കെ ഇഷ്ടംപോലെ ഫോളോവേഴ്സ് നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ യൂട്യൂബ് ചാനലായാലും അത്രയും ഉണ്ടാവില്ല അതെനിക്കറിയാം. കാരണം യൂട്യൂബിൽ കിട്ടണമെങ്കിൽ ഇത്തിരി പാടാണ് സബ്സ്ക്രൈബേഴ്സൊക്കെ. ഞാനങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് എനിക്ക് 1K സബ്സ്ക്രൈബേഴ്സ് ആവണം എന്നാണോ, അതിന് മുന്നേ നിർത്തി പോകുമെന്നറിയില്ല. ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥയിൽ എനിക്ക് യൂട്യൂബ് ചാനൽ ഒന്ന് കൊണ്ടുപോകണം എന്നാണ് ആഗ്രഹം. അതെൻ്റെ അതുപോലെ ഇരിക്കും. അപ്പം അങ്ങനെ ഞാൻ ഇത് നിങ്ങൾ ഓർക്കുക, ചെയ്യുന്നതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ആകെ കുറച്ച് പേര് സബ്സ്ക്രൈബർ 1K സബ്സ്ക്രൈബേഴ്സ് എൻഗേജ് ആവുകയാണെങ്കിൽ എന്തെങ്കിലും ആവുകയാണെങ്കിൽ അന്നാണ് ഞാൻ Q&A എന്നുള്ള ക്വസ്റ്റ്യനിട്ട് നിങ്ങൾ ചോദിക്കുന്നതൊക്കെ മറുപടി തരുന്നത്. ഇത് എൻ്റെ ഒരു മനസ്സിലുള്ളൊരു ഇതാണ്. ഇതായിട്ട് നിങ്ങൾ വിചാരിക്കുക, ജാടയോ ഒന്നുമല്ല, എൻ്റെ മനസ്സിൽ ഞാൻ വിചാരിച്ചതാണ്. ആവോ എന്നറിഞ്ഞൂടാ, ആവോ നോക്കാം. ഓക്കെ, ഇനി എൻ്റെ ഓയിലി സ്കിന്നായത് കാരണം ഞാൻ കുറച്ച് പൗഡർ, ഞാൻ സൺസ്ക്രീന് എടുക്കണില്ല. സൺസ്ക്രീൻ ഞാൻ എടുക്കുന്നില്ല കാരണം വീടിൻ്റെ അകത്തിരിക്കുമ്പോൾ സൺസ്ക്രീൻ എടുക്കേണ്ട കാര്യമില്ല. കുറച്ച് പൗഡർ ഓയിലി സ്കിന്നായത് കാരണം. എന്തൊന്നും ചെയ്യാറൊന്നുമില്ല, എനിക്കൊരു മൂഡ് മാത്രമേ എനിക്ക് ചെയ്യാറുള്ളൂ. പിന്നെ വീട്ടിലിരിക്കുമ്പോൾ ഞാൻ മാലയും കമ്മലൊന്നും ഇടാറില്ല. ചെറുതായിട്ടൊന്ന് കണ്ണെഴുതാം. കൺമശിയെവിടെ 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 എനിക്ക് കൺമശി കാണാനില്ല മക്കളെ. കൺമശി പറന്നു 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 ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ കൂടൊന്നു കൂട്ടി ഞാനും പൂവുണ്ട്. എൻ്റെ കൺമശി കാണാനില്ല ഗൈസ്, കൺമശി പോയി ഗൈസ്. ഓ, ഇവിടെ വീടെടുക്കണ്ടായിരുന്നു. ഇവിടെ താഴെ വീടെടുക്കണ്ടായിരുന്നു. ഞാൻ ചെറുതായിട്ട് ഈ കണ്ണീരിൽ കറുപ്പ് എനിക്ക് ഭയങ്കരമാണ്. പാരമ്പര്യമായിട്ടുള്ളതാണ്. പിന്നെ എന്തെങ്കിലും അസുഖം വന്നാലോ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ കാണിക്കുന്നത്. ഇപ്പം മാളനൂര് രക്ഷയില്ല മക്കളെ. ഫിൽറ്ററിലിട്ടിട്ട് നമ്മൾ ഇൻസ്റ്റയിൽ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ പോലും അത് എടുത്ത് കാണിക്കും. നമ്മൾ എന്തെങ്കിലും ഫിൽറ്ററിട്ടുള്ളത് മനസ്സിലാവും. അത്രയ്ക്ക് വേണം. ഇതൊക്കെ സിമ്പിളായിട്ട് ഞാൻ കൈ കൊണ്ട് തന്നെ തേക്കും. കുഴികമ്പളൊക്കെ ഇതൊക്കെ കാലങ്ങളായി. എന്തെങ്കിലും പരിപാടിയുള്ളപ്പോഴാണ് ഞാൻ മാത്രമേ ബ്യൂട്ടി പാർലറിൽ പോകാറുള്ളൂ. അല്ലെങ്കിൽ എൻ്റെ കഥ തന്നെ ഇങ്ങനെ ഓരോന്ന്. ഇനി നമുക്ക് അടുത്തൊരു പൊട്ട് കളാം. അത് പിന്നെ കഴിഞ്ഞു. ഇനി വേണമെങ്കിൽ ഇപ്പം വീഡിയോ ചെയ്യണല്ലേ, ഒരു ചെറുതായിട്ടൊരു ലിപ്സ്റ്റിക്ക് വേണം. അല്ലെങ്കിൽ വേണ്ട, കഴിക്കാൻ പോകുന്നതല്ലേ, അത് കാരണം വേണ്ട, ഓവറായി പോകും. ഇനി ഞാൻ മുടി അയച്ചു കേട്ടെ കേട്ടോ. മുടിയിലൊന്നും പറയാനല്ല, കുത്ത്.
കഴിച്ചു. ഇനി ഇത് വെച്ച് ഞാൻ ഒത്തിരിയും കൂടി ഉണ്ടെങ്കിൽ അന്ന് ഒരുപാട് ഉണ്ടായിരുന്നു. ഒരു +2 വരെ എനിക്കുണ്ടായിരുന്നു. ശേഷം മൊത്തം പോയി. അപ്പം കുളിച്ച് വന്നു കഴിഞ്ഞ ശേഷമുള്ള പരിപാടികൾ കുറച്ചൊക്കെ തീർന്നു. ഇനി ഭക്ഷണം കഴിക്കാൻ പോകാം. ഭക്ഷണം കഴിച്ചിട്ട് കാണാം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം ഞാൻ എടുത്തില്ല. രാവിലെ ബ്രെഡും സാൻഡ്വിച്ചും ചായയായിരുന്നു. പിന്നെ ഉച്ചയ്ക്കാണ് എടുക്കണേ. ഉച്ചയ്ക്ക് കണ്ട ഞാൻ രാത്രി ഉണ്ടാക്കിയതാ ബിരിയാണി. അപ്പോൾ കുറച്ചധികം ഉണ്ടായിരുന്നു. അത് തന്നെ എപ്പോഴും എടുക്കണേ. മക്കളും അത് തന്നെയാണ് കൊണ്ടുപോയിക്കണേ. എല്ലാ കുഴപ്പമില്ലാത്ത ബിരിയാണി കഴിക്കട്ടെ കേട്ടോ. ഇതധികമായി ഒന്നും കഴിക്കാൻ പറ്റുന്നതല്ല. അപ്പം സാധാരണ ഇരുന്ന് കഴിക്കട്ടെ. ഇപ്പം ഇന്നത്തെ വ്ളോഗ് ചെറുതായിട്ട് എടുക്കുള്ളൂ. ആദ്യം പറഞ്ഞില്ലേ, ഇത്രയും ഞാൻ എടുക്കുന്നുള്ളൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അടിമർത്താം. ഓക്കെ, എല്ലാവരും പറയുന്ന പോലെ തന്നെ എല്ലാം ചെയ്യാം. എന്നെ വീഡിയോ വാച്ച് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക്സ്. അതിൻ്റെ കൂടെ ചെയ്യുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, പ്രതീക്ഷകളൊന്നുമില്ല, എന്നാലും ചുമ്മാ ടൈം പാസ് തന്നെ കേട്ടോ. പിന്നെ നമ്മൾ അങ്ങനെ പറയണല്ലോ, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അങ്ങനെ പറയണല്ലോ. അപ്പോൾ പറഞ്ഞു മാത്രം കേട്ടോ. ഓക്കെ, ബൈ, പിന്നെ കാണാം.